ചേച്ചിയെ സമ്മതിക്കണം. കുടിവെള്ളത്തിൻ്റെ വില അറിയണമെങ്കിൽ നമ്മളിവിടെ വരണം കേട്ടോ. എൻ്റെ കൊച്ചേ മതയിലൊക്കെ പോയാൽ കുഴപ്പമൊന്നുമില്ല. അയ്യോ ഇത്രയും വെള്ളം വരുന്നുള്ളൂ കേട്ടോ. ഇതാണ് ഇവിടുത്തെ വെള്ളത്തിൻ്റെ അവസ്ഥ. ചെറിയ പേടിയുണ്ടല്ലേ? ചെറിയ പേടിയാണ്. ആ സാരല്ല, ഞാനുണ്ടല്ലോ അപ്പോൾ. നമ്മൾ മഴ പോകും മഴ പോകും. വെള്ളമില്ല, വൈകുന്നേരം വെള്ളമില്ല. അല്ലേ രാവിലെയൊക്കെ നമ്മളെ ഇച്ചിരി വെള്ളമുള്ളേ കഷ്ടമല്ലേ? നീ 100 പോലെ ഉള്ളൂ അല്ലേ? ഒരു ദിവസമൊക്കെ എടുക്കുമെന്ന് അറിയാം. ഒരു ദിവസത്തിൽ കൂടുതൽ എടുക്കുന്നു അല്ലേ? ഒരു ദിവസമൊന്നുമല്ല, അത്രയും വെള്ളം. അതെ അതെ. ഇത്ര ഇങ്ങനെയാണ് കണ്ണുനീര് വീഴുന്ന പോലെയാണ് വെള്ളം വീഴുന്നത് കേട്ടോ. വെള്ളത്തിന് എത്രത്തോളം ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ. ഇങ്ങനെ ഓരോ തുള്ളി വീണിട്ട് വേണം ഈ ഒരു ടാങ്ക് നിറയാനായിട്ട്. ഓണാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. നമസ്കാരം. നമ്മളിന്നുള്ളത് കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ പഞ്ചായത്തിലെ ചപ്പമല എന്ന് പറയുന്ന പ്രദേശത്താണ്. മത്തഞ്ചേട്ടൻ്റെ അടുത്താണ്. മത്തഞ്ചേട്ടനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കഴിഞ്ഞ ആഴ്ചയും നമ്മൾ അതിന് മുന്നത്തെ പല ആഴ്ചകളിലായിട്ട് നമ്മൾ മത്തഞ്ചേട്ടനെയും അദ്ദേഹത്തിൻ്റെ വീടുമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ജിഷോയി കൊണ്ടുവച്ച സെൻസറും ക്യാമറയും കാര്യങ്ങളുമൊക്കെ നമ്മളവിടെ ഫിറ്റ് ചെയ്യുന്ന രംഗങ്ങളൊക്കെ നമ്മൾ കാണിച്ചിരുന്നു. അന്നാണ് നമ്മൾ ആ വാട്ടർ ടാങ്കും അതിൻ്റെ അടുത്ത് പോയി നിന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരവസ്ഥയൊക്കെ നമ്മൾ കണ്ടതും. അങ്ങനെ ആ വീഡിയോ കണ്ടതിന് ശേഷമാണ് തൃപ്പൂണിത്തുറ സ്വദേശിയായിട്ടുള്ള ഒരു ചേച്ചി വിളിച്ചിട്ട് അവർക്ക് ടാങ്ക് വെച്ച് കൊടുക്കാം എന്ന് ഏൽക്കുകയായിരുന്നു. അങ്ങനെ ആ ചേച്ചി പേര് പറയേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പേര് പറയാത്തത്. ഏതായാലും ചേച്ചിക്ക് 1000 നന്ദി പറയുകയാണ്. ആ ചേച്ചി ഇപ്പോൾ നമുക്ക് സഹായിച്ചുകൊണ്ട് അവർക്കിപ്പോൾ നമ്മൾ വാട്ടർ ടാങ്ക് സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇനി നമ്മൾ കാണുന്നത് ആ വാട്ടർ ടാങ്ക് അവിടെ മേടിച്ച് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി സെറ്റ് ചെയ്യുന്ന ആ ഒരു കാഴ്ചകളായിരിക്കും കേട്ടോ. ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മതി കേട്ടോ. നിങ്ങളപ്പോ നിരപ്പില്ലേ? ആ ഭാഗത്താകുമ്പോ വിളിച്ചാക്കി വെക്കുക. വണ്ടി പോയോ? വണ്ടി തിരിക്കോ? നമ്മളേതായാലും നമ്മുടെ ചേട്ടനും ചേച്ചിക്കും ടാങ്ക് പിടിപ്പിക്കാനായിട്ട് വന്നു. അപ്പോൾ നമ്മുടെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ടോ എന്ന് ഒന്ന് നോക്കാൻ വന്ന കേട്ടോ. അതായത് ക്യാമറ ഇവിടെ ഉണ്ട്. നമ്മളെല്ലാ ദിവസവും അത് വാച്ച് ചെയ്യുന്നുണ്ട്. ഈ മെഷീന് നമ്മുടെ അലാം സിസ്റ്റം ഇവിടെ ഈ ഒരു മരത്തിൻ്റെ മുകളിലാണ്. ഇതുണ്ടോ ഇവിടെ ഇരിപ്പുണ്ട്. പലപ്പോഴായിട്ട് ഇത് അടിക്കുന്നുമുണ്ട് കേട്ടോ രാത്രി സമയങ്ങളിൽ. ഇതിൽ 25 മീറ്റർ ചുറ്റളവിലൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ അടിക്കും എന്ത് വന്നാലും. പക്ഷേ ക്യാമറ നമ്മൾ ഇത്രയും ഒരു ഏരിയയാണ് കൂടുതൽ കവർ ചെയ്യുന്നത്. അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ഈ അതിൻ്റെ പുറകോട്ടുള്ള ഒരു വിഷ്വൽ നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ എന്തായാലും എന്തോ ഒരു ജീവി ഈ പ്രദേശത്തൊക്കെ പല തവണയായിട്ട് വരുന്നുണ്ട്. അലാറം അടിക്കുന്നുമുണ്ട് കേട്ടോ. അതിലും ക്യാമറയും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. നമ്മൾ ഒരു 2-3 ദിവസം കൊണ്ട് നോക്കിയിട്ട് നമ്മൾ ഈ ക്യാമറയുടെ
പൊസിഷൻ ഒന്ന് മാറ്റി വെക്കാനായിട്ടുള്ളൊരു പ്ലാനിലാണ് കേട്ടോ. കയറുണ്ട്. പൈപ്പുണ്ട് പൈപ്പ്. എവിടെ ചേട്ടാ വെക്കുക? ഇവിടെ വെച്ചാലോ? ഇവിടെ എവിടെ വെക്കണ്ടേ? ഞാൻ അളവെടുത്ത് ഇവിടുന്ന് അളവെടുത്തേ. പക്ഷെ ഞാൻ ഇച്ചിരി കൂട്ടിയിട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് കൊടുത്താലും മതിയില്ലേ? ഇവിടെ നിന്ന് കൊടുക്കാന്നല്ലേ? ആ നേരെ കൊടുക്കാം അല്ലേ? ഒറ്റ കൊടുക്കൽ കൊടുത്തിട്ട് മനസ്സിലായി. ഓ ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടാകുന്നല്ലേ? അത് ഞാൻ ഓർത്തില്ല. ആ എന്നാൽ അങ്ങനെ ചെയ്യാം. അതാകുമ്പോൾ ഇങ്ങോട്ട് പോലീസിനും വന്നോളൂല്ലോ അല്ലേ? ആ അതെ ആ അങ്ങനെ ചെയ്യാം. തൂമ്പ എടുത്ത് ഇതാണ് ടാങ്ക് കേട്ടോ. ടാങ്ക് അതിലൂടെ എത്തിച്ചിരിക്കുകയാണ്. ജീപ്പിന് കൊണ്ടുവന്ന് അതിന് ശേഷം നമ്മളിങ്ങോട്ട് ചേട്ടന്മാർ തന്നെയാണ് ചുമന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് ആണ് അതിൻ്റെ കണക്ഷൻ ഇടുന്നത് കേട്ടോ. ഒരു ടാപ്പ് നമ്മൾ അവിടെയും അതുപോലെ തന്നെ ഒരു ടാപ്പ് ഈ ഒരു കല്ലിൻ്റെ എവിടെയായിട്ടും അല്ല മീൻസ് അരകല്ലിൻ്റെ അരയ്ക്കുകയൊക്കെ ചെയ്യുന്നത് അതിൻ്റെ അവിടെയായിട്ടാണ് കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അളകുന്നുണ്ടല്ലേ? അപ്പം എന്താ ചെയ്യുക? ഈ സാധനം തന്നെ ചുരുട്ടി കയറ്റിയാലോ അതിൻ്റെ അടിയിലോട്ട്? ഇത് തന്നെ ചുരുട്ടി അങ്ങ് കയറ്റിയാലോ ഒരു സൈഡ്? വേണ്ട ഇങ്ങോട്ടല്ലേ ആട്ടം ഉള്ളൂ. ആ സൈഡ് മാത്രം ചെയ്താൽ മതി. ഈ സൈഡ് മതി. മതി. അപ്പോൾ അതല്ല നല്ലേ? ആ മതി മതി. ഓക്കെ, ഞങ്ങൾക്ക് മുകളിലേക്ക് പോവാം. നമ്മൾ ഈ പരിപാടി കഴിഞ്ഞാൽ ഇതൊക്കെ കുഴിച്ച് നമ്മൾ ഇനിയിപ്പോൾ ആ ഒരു കണക്ഷനായിട്ട് കൊടുക്കാനായിട്ടുള്ളൊരു പരിപാടി കേട്ടോ. അതായത് ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ കണക്ഷൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അവിടെ താഴെ കുഴിയൊക്കെ എടുത്തു. ഇതിനിടയ്ക്ക് നമ്മളെല്ലാ സാധനങ്ങളും കൃത്യമായിട്ട് ഓർത്ത് എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ചെറിയൊരു എൽബോ എന്ന് പറയുന്നൊരു സാധനം, ആ ഒരു സാധനം പൊട്ടിപ്പോയി കേട്ടോ. പൊട്ടിപ്പോയിട്ട് രണ്ടാമത് ഞാൻ ഈ കുന്നുമലയും വീണ്ടും ഇറങ്ങി താഴെ വരെ പോയി വീണ്ടും മേടിച്ച് തിരിച്ച് കയറി വന്ന കേട്ടോ. അതാണ് ഇച്ചിരി ലേറ്റായി പോയത്. അല്ലെങ്കിൽ ആ കുഴിക്കുന്നതൊക്കെ ഞാൻ കാണിച്ചേനെ. അതാണ് സംഭവിച്ചത് കേട്ടോ. അതാണ് നമ്മൾ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പണിക്ക് പോയി കഴിഞ്ഞാൽ ഉള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അതാണ്. ഒരു സാധനം മിസ്സായി പോയി എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ താഴെ വരെ പോകണം. അപ്പോൾ ഞാൻ ആലോചിക്കുക, ഇവിടെ ജീവിക്കുന്ന ആൾക്കാർ ഓരോ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് താഴേക്ക് പോകേണ്ടി വരുന്ന ആ ഒരു അവസ്ഥയെക്കുറിച്ചൊക്കെ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുമായിരുന്നു.
അതിൽ നമ്മളെ സഹായിക്കാനൊക്കെ നമ്മുടെ ജോബിൻ ചേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടാണ് ചേട്ടൻ നമ്മളെ ഈ പ്രാവശ്യവും വിളിച്ച പാടെ ഓടി വന്നു. ലെവലല്ലേ, കറക്റ്റ് ലെവലല്ലേ. കുറച്ച് ചിറവൊക്കെ പിടിച്ചിട്ടാണ് നമുക്ക് പൈപ്പ് നോക്കിയിട്ട്. ഇച്ചിരി പൊങ്ങിപ്പോയി അവിടെ, ഇച്ചിരി റാ കൂടിപ്പോയി. ഇപ്പം ഇതാ നോർമൽ. ആ, ഇതാണ് അവരുടെ പഴയ വാട്ടർ ടാങ്ക് കേട്ടോ. നമ്മൾ ഈ വാട്ടർ ടാങ്ക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കണ്ടതാണ്. അവർ ഇവിടെ നിന്നാണ് കണ്ടോ ഇതുപോലെ പൈപ്പൊക്കെ ഇട്ടാണ് വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളത് ആ ടാങ്കിൻ്റെ ഒരു അവസ്ഥയൊക്കെ കാണിച്ച് കഴിഞ്ഞപ്പോഴാണ് ആ ചേച്ചി നമ്മളെ ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. എന്താ ടാപ്പും ഒക്കെ പൊട്ടിയായിരിക്കുന്നത്. ചേച്ചി ഇവിടെ വന്നിട്ടാണ് വെള്ളം എടുക്കുന്നതും കാര്യങ്ങളും കണ്ടോ, വെള്ളം കോരിക്കൊണ്ട് പോകുന്നുണ്ടോ. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു പുറത്തേക്ക് ഇറങ്ങാതെ അവർക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് തന്നെ വെള്ളം കിട്ടുന്ന രീതിയിൽ ഒരു സൗകര്യമാക്കി കൊടുക്കാമെന്നുള്ള ഒരു ചിന്തയുടെ പുറത്താണ് ഇപ്പോൾ ഇതുണ്ടോ നമ്മളിപ്പോൾ ടാങ്ക് ഇപ്പോൾ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം അതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷം കേട്ടോ നമുക്ക് ഇതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റിയത്. പക്ഷേ ഇതൊക്കെ എൻ്റെ ഫുൾ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ആ ചേച്ചിക്കും ആ ചേച്ചിയുടെ ഫ്രണ്ട്സിനുമാണ്. ചേച്ചിയുടെ പേര് പറയേണ്ടതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോഴും പേര് പറയാത്തത് കേട്ടോ. ഫീസൊന്നും ഇല്ലല്ലോ. അതായത് ഇന്ന് ഈ ചേട്ടനാണ് കേട്ടോ നമുക്ക് പൈപ്പും കാര്യങ്ങളുമൊക്കെ പിടിപ്പിച്ച് തരാനായിട്ട് തന്നെ. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? ആൽബിൻ. സ്ഥലം നീണ്ടുനോക്കിയതാ. ഇതെങ്ങനെയുണ്ട് സ്ഥലം? അടിപൊളിയാണ്. അടുത്ത് പോയി കയറി ഇറങ്ങിയില്ലേ. അപ്പോൾ ഏതായാലും ഇവർക്ക് ടാപ്പും കാര്യങ്ങളും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. കുറച്ച് പണിയും കൂടെ ബാക്കിയുണ്ട്. ആ ഉണ്ട് വീഴുന്നുണ്ട്, നൂല് പോലെ. ഇല്ല ചേട്ടാ ഇല്ല. ഇത്രയും നേരം കൊണ്ട് അതിൻ്റെ അടിയിൽ ഒരു 2 കപ്പ് വെള്ളം കാണും. അതുമില്ല, വീഴുന്നില്ലേ. ഇപ്പം നിന്നിട്ടാ ഉള്ളത്. നമ്മൾ ടാങ്കിലേക്ക് കാട്ടിൽ നിന്ന് വെള്ളം വരുന്ന രംഗമായിട്ടേ കാണുന്നത്. ഇത്രയും വെള്ളമേ ഉള്ളൂ ഇവിടെ വരുന്നുള്ളൂ. നമുക്കത് പൈപ്പിൽ ടാപ്പിലൂടെ വരുന്നത് കാണിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം ടാങ്ക് നിറഞ്ഞിട്ട് വേണം കാണിക്കാൻ. ഇത്രയും കുറേശ്ശെ വെള്ളമുള്ളൂ. ഉണ്ടോ, ഇത്രയും വെള്ളം വരുന്നുള്ളൂ കേട്ടോ. ഇതാണ് ഇവിടുത്തെ വെള്ളത്തിൻ്റെ അവസ്ഥ. ഒരു ദിവസം എടുത്തു കഴിഞ്ഞാൽ ടാങ്ക് നിറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അതുകൊണ്ട് വെള്ളം ചാടുന്നത് കാണിക്കാനായിട്ട് സാധിക്കില്ല. ഇനി അത് നിറഞ്ഞിട്ട് എപ്പോഴേലും നമ്മൾ ഇനി വരുമ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോഴേ നമുക്കത് കാണിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതിൽ ടാപ്പൊക്കെ ഓൾമോസ്റ്റ് പിടിപ്പിച്ച് കഴിഞ്ഞു. ടാങ്കിൽ ഇത്രയും വെള്ളമുള്ളൂ. എത്ര ഇട്ടാലും അത് ഇതിപ്പോൾ ഒരു അരമണിക്കൂർ ഇട്ടിട്ടാണ് ഇത്രയും വെള്ളം ചാടിയത്. കുറേശ്ശേ ചാടുള്ളൂ കേട്ടോ, നൂല് പോലെ ചാടുള്ളൂ. ഉണ്ടോ, അതാണ് വെള്ളത്തിൻ്റെ അവസ്ഥ ഇവിടുത്തെ. ചേച്ചി വെള്ളം ടാങ്കിൽ ചാടിച്ച് പൈപ്പിൽ കൂടെ വരുന്ന കണ്ടിട്ട് പോകാൻ നോക്കിയിട്ട് ഇന്ന് നടക്കും തോന്നില്ല. അല്ലേ, രാവിലെയൊക്കെ നമ്മളെ ഇച്ചിരി വെള്ളമുള്ളൂ അല്ലേ. കഷ്ടമല്ലേ, ഈ നൂല് പോലെ ഉള്ളൂ അല്ലേ. ഒരു ദിവസമൊക്കെ എടുക്കുമെന്ന് അറിയാം. ഒരു ദിവസത്തിൽ കൂടുതൽ എടുക്കും തോന്നുന്നു അല്ലേ. ഒരു ദിവസമൊന്നുമല്ല അത്രയും വെള്ളം വന്നു. അതെ വെള്ളമില്ല, മുഴുവൻ അങ്ങ് മുകളിലോട്ട് പാറയാ. പാറ ചൂടാകുമ്പോൾ വെള്ളം പറ്റും. അതെ ഇങ്ങനെയുള്ള കാര്യം. ഇപ്പോൾ ഏതായാലും നമ്മൾ ടാപ്പ് ഇത്ര വരെ എത്തിച്ചു കേട്ടോ. നമ്മളിനി ടാപ്പ് പിടിപ്പിച്ചിട്ട് ഇവിടുന്ന് പോവുള്ളൂ. പക്ഷേ നമുക്ക് വെള്ളം ചാടുന്നത് കാണിക്കാനായിട്ട് പറ്റിയല്ല. കാരണം ടാങ്ക് നിറയാനായിട്ട് കുറേ സമയം എടുക്കും. ഇനിയിപ്പോൾ ഇത് മൂടാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതൊന്ന് ഒട്ടിയതിന് ശേഷം മൂടാം എന്നാണ് തീരുമാനം കേട്ടോ. അത് നമുക്ക് നാളെയോ അങ്ങനെ വന്ന് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഏതായാലും ടാപ്പ് ഇവിടെ വെച്ചു. ഇതാണ് പഴയ ടാപ്പും പുതിയ ടാപ്പും കേട്ടോ. ഇതിപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ.
നമ്മൾ ഇന്നലെ ചൊവ്വാഴ്ച വൈകിട്ട് ഒരു 7 മണി വരെ നമ്മളിവിടെ നിന്നിരുന്നു. അപ്പോൾ അത് പണി പൂർത്തിയാകാത്തതുകൊണ്ട് നമ്മൾ പണി ഇന്നലെ രാത്രി നിർത്തി വെക്കുകയാണ്. കാരണം നമ്മൾ വീണ്ടും താഴേക്കൊക്കെ ഈ ഇരുട്ടത്ത് ഇറങ്ങി പോകേണ്ടതുള്ളതുകൊണ്ട് അത്ര സേഫ് അല്ലാത്തതുകൊണ്ട് നമ്മൾ ഒരു 7 മണിയായപ്പോൾ പരിപാടി നിർത്തി. ഏതായാലും ഇന്ന് നമ്മൾ ഉച്ച കഴിഞ്ഞ് ഇപ്പോൾ സമയം ഒരു 3 മണിയൊക്കെ കഴിഞ്ഞു. ഇന്ന് വീണ്ടും വന്നിരിക്കുകയാണ്. അതായത് ഇന്ന് ബുധനാഴ്ചയാണ്. പിന്നെ നമ്മൾ വന്ന അവിടെ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം, അവിടെ ചേട്ടൻ പണിയെടുക്കുന്നുണ്ട്. ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം ചേച്ചി ഈ വെള്ളം തിരിക്കാൻ പോകുന്ന സ്ഥലം ഒന്ന് കാണുക എന്നുള്ളതാണ്. വെള്ളം ഇവരെവിടെ നിന്ന് എടുക്കുന്നതെന്നൊന്ന് കാണുന്നുണ്ട്. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇങ്ങനെയാണോ പോകുന്നത്? ഇങ്ങനെയാണോ കയ്യിൽ വാക്കത്തിയൊക്കെ പിടിച്ചാണോ പോകുന്നത്? ഇങ്ങനെയാണ് പോകുന്നതെന്നോ? ആ, വാക്കത്തിയൊക്കെ പിടിച്ച് അരിവ വേണമല്ലോ ഒരു വഴിക്ക് പോകും. അതെ അതെ അതെ, എന്തെങ്കിലും ഒരു ആവശ്യം വന്നല്ലേ? അയ്യോ, ഇവിടെയൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് അരിവ കൊണ്ടുവരണം. അതെ അതെ അതെ. തന്നെയൊക്കെ ഇതിലേ വരാറുണ്ടോ? തന്നെ വരാറുണ്ടോ? തന്നെ വരാറുണ്ടോ എന്ന്? ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ടോ? പിന്നെ അല്ലേ, ഒറ്റയ്ക്ക് വരും. തന്നെ ചെവി കുറച്ച് പുറകോട്ട തന്നെ വരും. വരും അല്ലേ? ഓ, എന്നാ വാ വാ. ഇപ്പൊ പിന്നെ ആ, കുറച്ചൊരു ഭയം, ചെറിയ പേടിയുണ്ടല്ലേ? ആ ചെറിയ പേടിയുണ്ട്. ആ, സാരമില്ല, ഞാനുണ്ടല്ലോ ഇപ്പോൾ. അതിന് കുഴപ്പമില്ല, അതിന് കുഴപ്പമില്ല. പക്ഷേ എൻ്റെ പൊന്നെ, നമ്മൾ ഈ മല കയറി രണ്ട് മണ്ട പോകുന്നല്ലോ. അതെ അതെ. എന്നാലും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന അതേ സ്ഥലത്ത് തന്നെ ആട്ടോ പോകുന്നത്. നമ്മളന്ന് ഇവിടം വരെ ആയിരുന്നു വന്നിരുന്നത്. അപ്പോൾ ചേച്ചി വെള്ളം തിരിക്കുന്ന സ്ഥലം ഒന്ന് കാണുക എന്നുള്ളതാണ്. കാരണം ചേച്ചി ഒറ്റയ്ക്കാണ് ഇവിടെ വെള്ളം തിരിക്കാൻ പോകുന്നത്. ആ സ്ഥലത്തിൻ്റെ ഒരു അവസ്ഥ ഒന്ന് കാണുക എന്നുള്ളതാണ് കേട്ടോ ലക്ഷ്യം. ഇതൊക്കെ ഇങ്ങനെ കയറി കയറി പോകണല്ലേ? കയറി കയറി പോവാം, കയറി പോകണം. ഇത് അവിടം വരെയും വെള്ളം നോക്കി പോകണം. ഓ, അവിടം വരെ പോകണം അല്ലേ? അമ്മക്ക നല്ല കുന്നാട്ടോ, ചേച്ചിയെ സമ്മതിക്കണം. കുടിവെള്ളത്തിൻ്റെ വില അറിയണമെങ്കിൽ നമ്മളിവിടെ വരണം കേട്ടോ. എങ്ങനെയാ എൻ്റെ കൊച്ചേ മലയിലൊക്കെ വന്ന് പെട്ടുപോയാൽ കുഴപ്പമൊന്നുമില്ല. അയ്യോ, വീഴല്ലേ? വീഴൊന്നുമില്ല. ഇത് കഷ്ടപ്പെട്ട ചൂട്ടിട്ട് പറ്റുന്നില്ല ചേച്ചി, ചെരുപ്പ് ഇടാണ്ടാട്ടോ. 4 പെൺപിള്ളേരെ കെട്ടിച്ചത് ഞങ്ങൾ പറമ്പിൽ ആദായം കൊണ്ടാണ്. ഒരു ലോണൊന്നും എടുത്തതല്ല. ഇപ്പോഴാണ് ഇങ്ങനെ ആയിപ്പോയല്ലേ? ഇപ്പോഴെങ്ങനെ ആയിപ്പോയി, ചേട്ടൻ ഇരിപ്പായി പോയിട്ടല്ലേ. ഇപ്പം ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. അതെ അതെ. ഇവിടെയൊക്കെ പോയപ്പോൾ എന്തെങ്കിലും നേരെ മുന്നേ എന്തെങ്കിലും ജീവികളെ കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല. കാണല്ലേന്നൊന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചല്ലേ പോണേ. അതെ അതെ അതെ, സാരമില്ല. ആ, കാണാതിരിക്കണേന്നും പറഞ്ഞേ. ഒറ്റയ്ക്കൊക്കെ പോകുമ്പോൾ ഇതേപോലെ പുല്ല് പിടിച്ച് കിടക്കും. അതിൻ്റെ അപ്പുറത്ത് എന്നാ വന്നാലും കാണിയാൽ കേട്ടോ. ഇവിടുന്നായിരുന്നു വെള്ളം. ഇതാ നമ്മൾ വെള്ളം ഇപ്പം വേനലായതുകൊണ്ട് അങ്ങോട്ട് കയറ്റിയിട്ടേ. ഇവിടുന്നായിരുന്നു വെള്ളം എടുക്കുന്നത്. ഇവിടുന്നാണ് തിരിച്ചോണ്ടിരുന്നേ? ആ, ഇവിടുന്ന് വെള്ളം പറ്റി. ഓ, മറ്റിപ്പോയില്ലേ? പറ്റിപ്പോയി. ഒന്നുമില്ല കേട്ടോ. അവിടുന്ന് ഇതൊരു തോടാണ് ഒഴുകിക്കൊണ്ടിരുന്ന സ്ഥലം. പക്ഷെ അവിടെ ഒന്നുമില്ല ഇപ്പോൾ. ഇല്ല, വെള്ളം പറ്റിപ്പോയി. എല്ലാം പറ്റിപ്പോയി. അതാണ്. ഇപ്പോൾ എവിടെയാണ് ഇട്ടേക്കുന്നത്? മോളിനാ? ആ, മോള്. ആ, വാ. അത് പോയി. അല്ല, ബുദ്ധിമുട്ട് തന്നെ പോയില്ലേ, കുഴപ്പമില്ല. അങ്ങോട്ട് അങ്ങനെ പറഞ്ഞു. അതൊക്കെ കശുമാവായിരിക്കും അല്ലേ? അത് കശുമാവ്, അതൊക്കെ നമ്മുടെ തെളിക്കുന്നുണ്ടോ? പിന്നെ ഇപ്പം അടി ചേച്ചി ഇവിടെ കയറി വണ്ടി കൊടുക്കുന്നത്? പിന്നെ ആരാ? എൻ്റെ പൊന്നു മോനെ ചേച്ചിയാണ്. അല്ല, ഇതിപ്പോൾ അവൻ വയക്കാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം വയക്കും. വയക്കുകാരെ കിട്ടാത്തതുകൊണ്ടാണ്. പിന്നെ അപ്പുറത്തോട്ട് അവരുടെ അത് പറഞ്ഞു. നിങ്ങൾക്ക് അങ്ങനെയല്ല, നമുക്കിതൊന്നും അത്ര ഇതല്ല. സ്ഥിരം കാണുന്നുണ്ടല്ലേ? ഓ, സ്ഥിരം കയറി ഇറങ്ങി എത്ര കൊല്ലമായി? 10-40 കൊല്ലമായി ഞങ്ങളിവിടെ അതെ വന്നിട്ടാ. 1-2 കൊല്ലമല്ല. ഇതിനകത്ത് വല്ല മുറുകൻ ചാടിയോ? അതിനാ ഇത് ടാങ്ക്. ഇതെന്തിനാ? നിങ്ങളുടെ ടാങ്കായിരുന്നു? ഞങ്ങൾ കെട്ടിയത്. മൂത്ത മോൻ വാഴ വാഴ നനയ്ക്കാൻ വേണ്ടി കെട്ടിയല്ലേ? ചേച്ചിയുടെ മൂത്ത മോൻ വാഴ നനയ്ക്കാൻ വേണ്ടി കെട്ടിയ ടാങ്ക് കേട്ടോ. നിങ്ങൾക്ക് കാണുന്നുണ്ട്. സിമെന്റിന്റെ ടാങ്കല്ലേ? ആ, അത് മൊത്തം മണ്ണ് കോരി കളഞ്ഞ്, ഇതുപോലത്തെ സ്ഥലം മണ്ണ് കോരി കളഞ്ഞിട്ട് ആക്കിയതല്ലേ? സിമെന്റൊക്കെ ഇട്ട് കെട്ടിയ താഴോട്ട് വെള്ളം കൊണ്ടുപോകും. പനി കുറേ എടുത്തു കൊച്ചാ. ചേട്ടനില്ലാത്തോണ്ട് ഇങ്ങനെ കാട് പിടിച്ച് പോയില്ലേ? ആ, ഇപ്പം പിന്നെ ചേട്ടൻ ഇങ്ങനെ ആയി പോയിട്ടല്ലേ. അല്ല, ഇതെങ്ങനെയൊന്നും കിടക്കൂല. അതെ അതെ. ഇല്ല, എന്നെക്കൊണ്ട് പറ്റൂലല്ലോ. ഈ കയറ്റമൊക്കെ നിങ്ങളൊന്ന് നോക്കി, എത്ര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു വഴി കൂടെയാണ് ഈ ചേച്ചി കയറി പോകുന്നതെന്ന് തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ.
ഓരോ സ്റ്റെപ്പായിട്ട് കുത്തനെ കയറ്റെന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രദേശത്തേക്ക് ഒറ്റയ്ക്ക് ഒരു സ്ത്രീ ഒറ്റയ്ക്ക് തന്നെ വരിക എന്ന് പറയുന്നത് തന്നെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല കേട്ടോ. ഞങ്ങൾ 2 പേരുണ്ടായിട്ട് പോലും നമുക്കത് ആ സ്ഥലം കാണുമ്പോൾ തന്നെ അത്രത്തോളം ഭീകരമാണ്. തൊട്ടപ്പുറം എന്ത് നിന്നാലും നമുക്ക് മനസ്സിലാവില്ല, അത്രത്തോളം ഭീകരമായിട്ടുള്ളൊരു സ്ഥലം കേട്ടോ. നിങ്ങൾ കയറി പോകുന്ന വഴിയൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ നടന്നു പോകാനായിട്ടുള്ള ഒരു ഇത്രയും വഴി മാത്രമേ ഇതായിട്ടുള്ളൂ. ബാക്കി അപ്പുറം ഇപ്പുറമൊക്കെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുകയാണ്. കാരണം ഇങ്ങോട്ടൊന്നും ആരും വരുന്നില്ല. ഇവർ വെള്ളം തിരിക്കേണ്ട അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് അവരിങ്ങോട്ട് വരുന്നത്. ആ ചേച്ചി ആ വടിയും കുത്തിപ്പിടിച്ച് ആ ചെരുപ്പ് പോലും ഇടാതെ ഇതിൽ നടക്കുന്ന ഒരു രംഗമൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഞാൻ ഷൂ ഇട്ട് പോയിട്ട് പോലും എനിക്ക് ഇവിടെ നിരജുവിന് നടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത്രത്തോളം ബുദ്ധിമുട്ടാണ്. ഒരു കുടിവെള്ളത്തിന് വേണ്ടിയിട്ടാണ് ഇവർ ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും നമ്മളെയൊക്കെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഞാനിവിടെ നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ അപ്പുറം നിന്ന് എന്തൊക്കെയോ നടക്കുന്ന ഒച്ചയും ഓടുന്ന ഒച്ചയൊക്കെ നമുക്ക് കേൾക്കാം. പക്ഷേ എന്താണെന്ന് നമുക്ക് കാണത്തില്ല. പക്ഷേ ഈ സ്ഥലമൊക്കെ നോക്കിക്കേ, ഇവിടെയൊക്കെ എല്ലാത്തരം വന്യജീവികൾക്കും പറ്റിയ ഒരു സ്ഥലമാണ്. അങ്ങനെ ഏകദേശം ആ ചേച്ചി വെള്ളം എടുക്കുന്ന അല്ലെങ്കിൽ ആ വെള്ളം ഇവർ തിരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഈ സ്ഥലത്തിൻ്റെ ഒരു ഭീകരത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കവുങ്ങുകൾ നിങ്ങൾക്ക് കാണാം. അതായത് ഇതൊക്കെ ഓരോരുത്തരുടെ സ്ഥലങ്ങളായിരുന്നു, പക്ഷെ ഇപ്പോൾ അതൊക്കെ കൊടുത്തു പോയി. ഇപ്പോൾ ഫോറസ്റ്റിൻ്റെ കയ്യിലാണെന്നാണ് ആ ചേച്ചി പറഞ്ഞത്. ഏതായാലും അവർ കുടിവെള്ളം എടുക്കുന്ന ഒരു പ്രദേശം കാണുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം കേട്ടോ. കാരണം കുടിവെള്ളത്തിൻ്റെ വിലയെന്ന് നമ്മളെല്ലാവരും അറിയുന്നത് നല്ലതാണ്. എത്ര കഷ്ടപ്പെട്ടാണ് ഓരോ മനുഷ്യരും കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് നടക്കുന്നതെന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണം. അതിനുവേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഒരു സ്ഥലത്ത് അവർ ആ വെള്ളം തിരിക്കുന്ന സ്ഥലം നേരിട്ട് കാണുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് നമ്മൾ പോകുന്നത് കേട്ടോ. എന്തൊക്കെയോ അപ്പുറം നടക്കുന്ന ഒച്ച കേൾക്കുന്നുണ്ട്. ഈ മൈക്കിന് കംപ്ലൈൻറ്റ് മീൻസ് പെട്ടെന്ന് ബാറ്ററി ലോ ആയി പോയതുകൊണ്ട് മാത്രമാണ് നമുക്കത് ഇതിൻ്റെ അകത്ത് കേൾപ്പിക്കാൻ പറ്റാതെ പോയത്. ഏതായാലും നിങ്ങൾക്കിപ്പോൾ കാണാം, ഇതാ ചേച്ചി നോക്കുന്നുണ്ട്, അവിടെ എന്തോ സംഭവമുണ്ട്. ചേച്ചിയോട് പേടിയുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ചേച്ചി പേടിയില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ അങ്ങനെയൊക്കെ സ്ഥിരം വരുന്നതല്ലേ ഒച്ച എന്നൊക്കെയാണ് പറയുന്നത്. ചേച്ചിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചേച്ചി ഭയങ്കര എന്താ പറയുക, നല്ല ധൈര്യമുള്ളൊരു ചേച്ചിയാണ്. പക്ഷേ അവസ്ഥയൊക്കെ അറിയാം. വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ചേട്ടൻ്റെ കണ്ണ് കാണുന്നതോടെ ചെയ്യാതെ വന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളും എല്ലാ ഉത്തരവാദിത്തങ്ങളും ചേച്ചിയുടെ തലയിലായി. ആ ഒരു കഷ്ടപ്പാടാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇതൊക്കെ ചേട്ടൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഈ പാറയൊക്കെ വലിഞ്ഞ് കയറി നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. 10-65 വയസ്സുള്ള ഒരു ചേച്ചിയാണ് ഇതിലേക്ക് വലിഞ്ഞ് കയറി പോകുന്നതെന്നൊക്കെ ആലോചിക്കണം. അപ്പോൾ അത്രത്തോളം എത്ര ബുദ്ധിമുട്ടിയാണ് ആ ചേച്ചി ഇതിലെ നടക്കുന്നതെന്നൊന്ന് ചിന്തിച്ചാൽ മതി. നമ്മുടെയൊക്കെ ജീവിതം എത്ര സുഖകരമാണെന്ന് മാത്രം മനസ്സിലാക്കാനായിട്ട്. മുന്നോട്ട് പോകുന്നതനുസരിച്ച് ഈ സ്ഥലം നമുക്ക് ഒട്ടും സേഫ് അല്ലാത്ത രീതിയിലേക്ക് തോന്നുക കേട്ടോ. ഏതായാലും ഇപ്പോൾ പോയപ്പോൾ ഒരു പാറ ഉള്ള ഒരു പ്രദേശത്തേക്ക് എത്തിയിരിക്കണം. അപ്പോൾ ചേച്ചി പറയണം അവിടെയാണ് ഞങ്ങൾ വെള്ളം എടുക്കുന്നതെന്നൊക്കെ പറയുന്നു. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ അരുവാളും അതുപോലെ തന്നെ ഒരു വടിയൊന്നും കയ്യിലില്ലാതെ ഒന്നും വരാൻ പറ്റിയല്ലെന്നാണ് ചേച്ചി പറഞ്ഞത്. കാരണം എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ആയുധമായിട്ട് അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ചേച്ചി വെള്ളം എടുക്കുന്ന പ്രദേശത്ത് എത്തിയിരിക്കുകയാണ്. ഞാനിവിടെ വന്നപ്പോൾ ഒരു തോടൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്, പക്ഷേ ഇവിടെ ഒന്നും കാണുന്നില്ല കേട്ടോ. ഒരു പാറ മാത്രമേ എനിക്കിവിടെ കാണാനായിട്ട് സാധിച്ചുള്ളൂ. അപ്പോൾ ഞാൻ ആലോചിച്ചു ഇവരെവിടെ നിന്നാണ് ഈ വെള്ളം എടുക്കണമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എങ്കിലും ഞാനൊരു പൈപ്പ് കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ നിന്നാണ് വെള്ളം എടുക്കുന്നതെന്ന് മനസ്സിലായി. പക്ഷേ അപ്പോഴും അവിടെ ഒരു തുള്ളി വെള്ളം പോലും എവിടെയും കാണാനില്ല. ഒരു നനവ് പോലും കാണുന്നില്ല കേട്ടോ. അപ്പോൾ ഏതായാലും എവിടെ നിന്നാണ് വെള്ളം എടുക്കുന്നതെന്ന് കാണാനായിട്ടൊരു ആകാംക്ഷ എനിക്കുണ്ടായി. അപ്പോൾ ഞാൻ ചേച്ചിയോട് ചോദിച്ചു എവിടെ നിന്നാണ് വെള്ളം എടുക്കുന്നത്. അപ്പോൾ ചേച്ചി പറഞ്ഞു മോനെ എവിടെ നിന്നാണ് വെള്ളം എടുക്കുന്നത്. അങ്ങനെ ചേച്ചി ആ സ്ഥലം കാണിച്ചു തരികയാണ്. ഞാൻ ആ ഒരു സ്ഥലം ലക്ഷ്യമാക്കി നടന്നു. വീണ്ടും മുന്നോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ നിന്നാണ് ഇവർ വെള്ളം എടുക്കുന്നത്. ഞാൻ അതിൻ്റെ അകത്ത് നോക്കിയപ്പോൾ ഒരു തുള്ളി വെള്ളം ഞാൻ അതിൻ്റെ അകത്ത് കാണുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഞാനും കണ്ടില്ല. ഇതാണ് ഇവർ കുടിവെള്ളം എടുക്കുന്ന ഒരു സ്ഥലം കേട്ടോ. ഒരു ബോട്ടിൽ തുളച്ച് വെച്ചിരിക്കുകയാണ്. അതായത് അതിൻ്റെ അകത്തോടെ കരടൊന്നും കയറി പോകാതിരിക്കാനായിട്ട്.
കരികിലൊന്നും വരാതിരിക്കാനായിട്ട് പലക കൊണ്ട് മൂടി വെച്ചിരിക്കുന്ന രംഗമാണ് നമ്മൾ കണ്ടത്. ഇതാണ് അവരുടെ കുടിവെള്ളം. ഈ കാണുന്നത് ഈ ഒരു വെള്ളമാണ് തുള്ളി തുള്ളിയായിട്ട് അവർ ആ ഒരു ഇതിൻ്റെ അകത്ത് കളക്ട് ചെയ്യുന്നത്. ഇതാ മുകളിൽ നിന്ന് ഇങ്ങനെ ചെറിയൊരു നനവ് ഇറങ്ങി വരുന്നുണ്ട്. ഇതാണ് കേട്ടോ കുടിവെള്ളം. ഈ ഒരു വെള്ളമാണ് ഇവർ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കണം കേട്ടോ, എത്രത്തോളം നമ്മുടെ നാട്ടിൽ ഇത്രയും ഭീകരമായ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലൊക്കെ കുടിവെള്ളത്തിന് അത്ര ക്ഷാമമുള്ള ഒരു നാടൊന്നുമല്ല. പക്ഷേ ഇവിടെയും ഇത്രയും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളുണ്ടെന്ന് മനസ്സിലാക്കുമ്പോഴാണ് കുടിവെള്ളത്തിൻ്റെ വിലയൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അതിനുവേണ്ടി മാത്രമാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഈ ഒരു സ്ഥലം ഒന്ന് കാണുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇവിടെ വന്നത് കേട്ടോ. എത്ര ബുദ്ധിമുട്ടിയാണ് ആ ചേച്ചി അവിടെ നിന്ന് വെള്ളം തിരിച്ചുകൊണ്ട് പോകുന്നത് നിങ്ങളൊന്ന് നോക്കുക കേട്ടോ. വളരെ കഷ്ടം തന്നെ. എത്രയും പെട്ടെന്ന് ഇവർക്കൊരു കിണറെങ്കിലും ആരെങ്കിലുമൊക്കെ വെച്ച് കൊടുത്തോ അല്ലെങ്കിൽ കുടിവെള്ളത്തിനുള്ള സംവിധാനമൊക്കെ ആക്കി കൊടുക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു കേട്ടോ. കാണുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ നമുക്കൊരു സങ്കടം തോന്നുമേ. ഇങ്ങനെ ഒരു സ്ഥലത്തു നിന്നാണ് ഇവർ വെള്ളം എടുക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ തന്നെ ഭയങ്കര കഷ്ടം തന്നെ. ആഴ്ചയ്ക്ക് ഒരു 3 പ്രാവശ്യമെങ്കിലും ചേച്ചി ഇത് ഇവിടെ ഈ കരികിലൊക്കെ മാറ്റി വെള്ളം തിരിക്കാനായിട്ട് കയറി വരുന്നുണ്ടെന്നാട്ടോ പറഞ്ഞ്. ചേച്ചി പറയാം ഇവിടുത്തെ വെള്ളം തീർന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോയി പൈപ്പ് ഇടേണ്ടി വരുമെന്ന്. അപ്പോൾ ഞാൻ ആലോചിക്കുക ഈ പാറയുടെ മുകളിലേക്കൊക്കെ എങ്ങനെ ഇവർ പോകുമെന്ന് ഇങ്ങനെ മനസ്സുകൊണ്ട് ആലോചിക്കുമായിരുന്നു. വീണ്ടും ഞങ്ങൾ താഴേക്ക് ഇറങ്ങി കേട്ടോ. കയറി വരുന്നതിനെക്കാട്ടും കഷ്ടപ്പാടാണ് തിരിച്ചിറങ്ങിപ്പോക്ക്. നിരങ്ങിയൊക്കെ നമുക്ക് ഇറങ്ങാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം ഞാനിവിടെ ഉള്ളതുകൊണ്ട് ഓക്കെ. പക്ഷേ ഈ ചേച്ചി അന്നയൊക്കെ ഇതിങ്ങനെ ഇറങ്ങി വരുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചൊന്ന് തെന്നി വീണാൽ പോലും ആരും ഇല്ലല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ എന്തൊരു കഷ്ടമാണെന്ന് ആലോചിക്കാം. ചേച്ചി ഇറങ്ങിക്കോ. ഏതായാലും നമ്മൾ മുകളിൽ പോയി ടാങ്കിൻ്റെ അല്ലെങ്കിൽ അവിടെ വെള്ളത്തിൻ്റെ അവസ്ഥയൊക്കെ കണ്ടു. എവിടുന്ന വെള്ളം വരുന്നത് ഇതുണ്ടോ. ഇന്നലെ രാത്രി നമ്മൾ പോകാൻ നേരത്ത് വെള്ളം ആക്കി വെച്ചിരുന്ന കേട്ടോ. ഞാൻ വിചാരിച്ച് വരുമ്പോഴത്തേക്കും ഒരു ടാങ്കെങ്കിലും നിറയുന്ന വിചാരിച്ചത്. ഇപ്പോൾ ഇതൊരു 1/4 ടാങ്കേ ഉള്ളൂ. ഇതുണ്ടോ ഇങ്ങനെയാണ് കണ്ണുനീര് വീഴുന്ന പോലെയാണ് ഈ വെള്ളം വീഴുന്നത് കേട്ടോ. അപ്പോൾ വെള്ളത്തിന് എത്രത്തോളം ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. ഇങ്ങനെ ഓരോ തുള്ളി വീണിട്ട് വേണം ഈ ഒരു ടാങ്ക് നിറയാനായിട്ട്. ഇനി ഒരു കുളിക്കാനും അലക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന വെള്ളം ഈ ഒരു ടാങ്കിലായിരിക്കും വന്ന് വീഴുന്നത്. ഈ ഒരൊറ്റ വെള്ളത്തിൻ്റെ ഈ ഒരൊറ്റ സ്രോതസ്സേ ഉള്ളൂ അവർക്ക്. ഏതായാലും നമ്മളത് ആ സ്ഥലം വെള്ളം എടുക്കുന്ന പ്രദേശം പോയി കണ്ടു കേട്ടോ. ഇതാണ് അവസ്ഥ കേട്ടോ. അങ്ങനെ നമ്മൾ വെള്ളം ഓണാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കവിടെ വെള്ളം വന്നോന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഏതായാലും വെള്ളം ടാങ്കിൽ നിന്ന് ഇങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പൈപ്പ് ഓണാക്കി കേട്ടോ. വെള്ളം എല്ലായിടത്തും വരുന്നുണ്ട്. ഇവിടെയും ടോയ്ലറ്റിലും എല്ലായിടത്തും ആക്കി. നമ്മൾ പൈപ്പിങ് കാര്യങ്ങളൊക്കെ ചെയ്തു. ഇനിയിപ്പോൾ ഇത് മൂടണം. ഇവിടെയും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ടാങ്കിൻ്റെ പൈപ്പിൻ്റെയും പരിപാടിയൊക്കെ പൂർണ്ണമായിട്ട് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഏറ്റവും മുകളിൽ
അവർക്ക് മുകളിൽ നിന്ന് വരുന്ന ആ വെള്ളം വീഴാനായിട്ട് ഒരു ഓപ്പണിങ്ങോടെ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. വെള്ളത്തിൻ്റെ അവസ്ഥയൊക്കെ നിങ്ങൾ കണ്ടാണല്ലോ, അത്രയും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒരു തുള്ളി വെള്ളം പോലും പോകരുതെന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നമ്മുടെ വർക്ക് മൊത്തം ചെയ്ത ആളാണ് കേട്ടോ അത്, ആൽബിൻ. എന്തായാലും 2 വാക്ക്. സംരംഭങ്ങൾക്ക് എല്ലാത്തിനും പൂർണ്ണ പിന്തുണ നേരുന്നു. ഈ സ്ഥലത്തിൽ അല്ലേ ഇത്രയും വലിയ നിലയ്ക്ക് വന്ന് കാര്യങ്ങൾ ചെയ്തതിന് അല്ല ഞാൻ അങ്ങോട്ട് നന്ദി പറയാം. ഞാൻ എത്ര ദിവസം ആളെ തപ്പിന്നറിയാം. ശരി കേട്ടോ, ഓക്കെ. ഇപ്പം അങ്ങനെ നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ചേട്ടാ സന്തോഷമായോ? സന്തോഷമായി ചേച്ചി വളരെ വലിയ സന്തോഷം. 1000 നന്ദി പറയുന്നു. കൊച്ചിന് തന്നെ ആദ്യം 1000 നന്ദി. അപ്പോൾ ഇത് ചെയ്തു തന്നതാണല്ലോ തൃപ്പൂണിത്തറയിലുള്ള ഒരു ചേച്ചി കേട്ടോ. ആയിക്കോട്ടെ, ഏതായാലും സന്തോഷം. ഇനിയിപ്പോൾ ഏതായാലും അവിടെ അലക്കലിൻ്റെ അവിടെ പോയി വെള്ളം എടുക്കണ്ടല്ലോ, നേരിട്ട് ഇവിടെ നിന്ന് പൈപ്പ് തിരിച്ചാൽ ബാത്റൂമിലും എല്ലായിടത്തും കിട്ടും കേട്ടോ, അടുക്കളയിലും കിട്ടും, എല്ലായിടത്തും കിട്ടും. അതായത് നമ്മുടെ വർക്ക് കഴിഞ്ഞു കേട്ടോ. അങ്ങനെ കഴിഞ്ഞ 2 ദിവസത്തെ നമ്മുടെ പരിപാടിയാണ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത് കേട്ടോ. ഏതായാലും മത്തഞ്ചേട്ടനും ചേച്ചിക്കും അങ്ങനെ ഒരു ടാങ്ക് വെച്ച് കൊടുക്കാനായിട്ട് സഹായിക്കാനായിട്ട് മനസ്സ് കാണിച്ച ആ ചേച്ചിക്കും ആ ചേച്ചിയുടെ സുഹൃത്തുക്കൾക്കും നന്ദി പറയുകയാണ്. തൃപ്പൂണിത്തറ സ്വദേശിയായിട്ടുള്ള ചേച്ചിയാണ്. ചേച്ചി പേര് വരേണ്ടതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അപ്പോൾ ഏതായാലും വളരെ സന്തോഷമുണ്ട് കേട്ടോ. നമ്മൾ ആ പൈപ്പിലൂടെ വെള്ളം വരുന്ന കാഴ്ചയെല്ലാം നമ്മൾ കണ്ടു. പക്ഷേ ഏറ്റവും വലിയ ദുഃഖകരമായിട്ടുള്ള അവസ്ഥ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ വെള്ളം അപ്പോൾ നമ്മളേതായാലും ആ വെള്ളം തിരിച്ചു കൊണ്ടുവരുന്ന ആ പ്രദേശമൊക്കെ നമ്മൾ കണ്ടു കേട്ടോ. വളരെ ബുദ്ധിമുട്ടേറിയ ഒരു പ്രദേശത്ത് അത്രയും മുകളിൽ പോയി ആ ചേച്ചി ഒറ്റയ്ക്ക് ആ വെള്ളം തിരിച്ചുകൊണ്ട് വരുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. ഏതായാലും സന്തോഷം. നമുക്കിപ്പോൾ ഏതായാലും വെള്ളം ഇനിയൊന്നും പാഴാകാതെ ആ വെള്ളം സാധാരണ അവരുടെ ആ ടാങ്ക് നിറഞ്ഞു കഴിയുമ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും നമുക്കിപ്പോൾ വെള്ളം പാഴാകാതെ കൂടുതൽ കപ്പാസിറ്റി ഉള്ളൊരു ടാങ്ക് തന്നെ നമ്മൾ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം കൊണ്ട് 24 മണിക്കൂർ കൊണ്ട് നിറഞ്ഞ വെള്ളമാണ് നമ്മൾ വേണ്ട ആ ടാങ്ക് കേട്ടോ. അപ്പോൾ എത്രത്തോളം, അതായത് 250 ലിറ്റർ വെള്ളമാണ് 24 മണിക്കൂർ കൊണ്ട്, അതും കണ്ണുനീര് പോലെ തുള്ളി. അപ്പോൾ അത്രത്തോളം വെള്ളത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നൊരു ആളുകളാണ് ഇവർ. അപ്പോൾ ഏതായാലും വളരെ സന്തോഷം ഇതിൻ്റെ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ. 2 ദിവസമായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യത്തെ ദിവസം നമ്മൾ ചെയ്ത് വന്നപ്പോൾ ഇവിടെ മൊത്തം കല്ലായതുകൊണ്ടും മണ്ണൊക്കെ കുഴിച്ച് വന്നപ്പോഴത്തേക്കും നമുക്ക് സമയം പോയതുകൊണ്ടും ഇച്ചിരി ലേറ്റായി. അതുകൊണ്ട് നമ്മൾ പിറ്റേ ദിവസം ഇന്ന് ബുധനാഴ്ച വീണ്ടും നമ്മൾ വന്ന് ഇത് പണി പൂർത്തിയാക്കിയിട്ട് ഏതായാലും വളരെ സന്തോഷം. ചേച്ചിയുടെ കൂട്ടുകാർക്ക് ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.